പിന്നെ എന്റെ മനസ്സിൽ നിൽക്കുന്ന ചേട്ടനെ ബിജുക്കുട്ടൻ എന്ന കലാകാരനെ പറ്റി നിൽക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓടി വരുന്ന ചിത്രം മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചതിന് ശേഷം ലാലേട്ടന്റെ കൂടെ ഒരു ഹിറ്റ് സിനിമയില് ഒരു മുഴുനീള ക്യാരക്ടർ ചേട്ടന് ചെയ്യാൻ പറ്റി ചോട്ടാ മുംബൈ എന്ന സിനിമയില് ഇല്ലേ? അതിലെ ഒരു പാട്ടുണ്ട്. നമുക്കൊരു വ്രതം എന്ന പരിപാടിയുടെ ഒരു ചടങ്ങ് എന്ന രീതിയിൽ ഒരു പാട്ടൊന്ന് ഇടയ്ക്ക് വേണം എന്നുള്ള അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇത് നൈറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഇത് ഒരു 10-12 ദിവസം ക്ലൈമാക്സും ഇത് ഈ സിനിമയുടെ ഈ ഒരു പാട്ടും കൂടിയാണ് എടുത്തത്. അപ്പൊ 15 ദിവസം നൈറ്റേ വർക്കുള്ളൂ. ഈ സിനിമ ശരിക്കും ഒരു ആഘോഷം തന്നെയായിരുന്നു അല്ലെ? ഭയങ്കര ഹിറ്റായി, എല്ലാവർക്കും ഭയങ്കര ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയിരുന്ന ഒന്ന് നന്നായിട്ട് ചിരിക്കാൻ. എന്നാൽ അതിലെല്ലാം ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ടോ. ചേട്ടൻ ഇത്രയും വലിയൊരു റോള് പോത്തൻ ബാവ കഴിഞ്ഞിട്ടാണോ ഇത് ചെയ്തത്? അതെ അതെ, പോത്തൻ ബാവ റിലീസ് ആവണേക്കും പിന്നെ ഡബിങ് ഏകദേശം പൂർത്തിയായ സമയത്ത് ബെന്നിച്ചേട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് അടുത്ത പടം ലാലേട്ടന്റെ ഞാൻ തന്നെ എഴുതണേണ്, ലാലേട്ടന്റെ കൂടെയാണ് ഇത്ര ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ കൂടെയുള്ള ഒരു ഗ്രൂപ്പ് കളിയാണ് നീയുണ്ട്. അപ്പൊ അതിക്ക് മുമ്പുള്ള സിനിമകൾ ചെറുതൊക്കെ വരികയാണെങ്കിൽ കേട്ടപ്പോ തന്നെ അങ്ങ് സന്തോഷം കണ്ട് ഇല്ലേ? കൂട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ഈ വ്രതത്തിന്റെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരു അവാർഡ് നമുക്ക് സുരേഷിനെ കൊണ്ട് പറയിപ്പിക്കാറ്. കാരണം ബലിക്കും എന്ത് കാര്യം പറഞ്ഞാലും. അറിയാലോ സുരേഷിനെ പ്രൊഡ്യൂസർ. ഇന്നലെ രാവിലെ ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ചുരുട്ടെ, ഈ മുടി ഒരിക്കലും ഉരുകിയല്ലേ? അങ്ങനെ ഒന്നും ഉരുകിയല്ലാന്ന് പറഞ്ഞെടുത്ത് വെക്കുക, അപ്പൊ തന്നെ ഉരുകി നാശായി. അല്ല ഇപ്പൊ പുള്ളിയോട് പറഞ്ഞാലുള്ള കാര്യം എന്ന് പറയുമ്പോ എനിക്കൊരു അവാർഡ് കിട്ടി സുരേഷ് എന്ന് ഞാൻ വിളിച്ചങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കിട്ടിയോ എന്ന് സംശയം പറഞ്ഞാല് ചിലപ്പോ അവളെ തിരിച്ചു വിളിക്കും. ബിജുനല്ലട്ടാ മാറിപ്പോയതാണ് ബൈജുനാണെന്ന് പറയും ചിലപ്പോ. അതുകൊണ്ട് പുള്ളിയോട് ചോദിക്കണില്ല ഞാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ ഒരു പക്ഷെ ആദ്യമായിട്ട് വിളിച്ചു പറയാൻ പോകും സത്യസന്ധമായിട്ട് പറഞ്ഞു. സിനിമയിൽ നിന്നാണെങ്കിൽ എനിക്കൊരു അവാർഡ് കിട്ടിയെങ്കിൽ, കാരണം എനിക്ക് അച്ഛനുണ്ട്, അച്ഛൻ, അമ്മ, വൈഫ് എല്ലാവരും ഉള്ള എന്റെ. പക്ഷെ സിനിമയിൽ എനിക്കൊരു എൻട്രി എന്നാൽ ഞാൻ മമ്മൂക്ക, ജോഷ് സാറ്, അതുപോലെ തന്നെ ബെന്നിച്ചേട്ടൻ, ലാൽകൃഷ്ണൻ, ലാലേട്ടൻ അവരൊക്കെ വിളിച്ചോളൂ. കാരണം സിനിമയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, കാരണം അവര് നന്നായിട്ട്, കാരണം നമ്മൾ സിനിമയില് അത്രയും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ വരുമ്പോ നമ്മളൊന്നും അറിയാൻ പാടില്ല, ABCD പോലും അറിയാൻ പാടില്ല സിനിമയുടെ. എന്നിട്ടത് ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു. ABCD ഉണ്ടോ? പിന്നെ ഇല്ലേ, ഇംഗ്ലീഷ് പറയുമ്പോ ABCD എന്നുണ്ട്. അപ്പൊ അതൊക്കെ അതുവരെ പറഞ്ഞു തന്നിട്ട് നമുക്കൊരു നല്ലൊരു പൊസിഷനിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ അവരോടാണ് നമുക്ക് സിനിമയിൽ സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്നതും സിനിമയിലോട്ട് വന്നപ്പോഴും കുറച്ച് വ്യത്യാസങ്ങൾ തോന്നിയായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വൈറ്റ് കോളർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടി ചേട്ടന്. അല്ല എന്നാലും മമ്മൂക്ക എന്ന് പറയുമ്പോ പിന്നെ ജോഷി സാറ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര പേടിയായിരുന്നു. അതെ അതെ. പക്ഷെ എന്നാലും അവരൊക്കെ നമ്മളോടുള്ള ഒരു സമീപനം ഭയങ്കരമായിട്ടുള്ള കാര്യം, നമുക്ക് സ്ക്രിപ്റ്റ് ഇതിന്റെ കോമഡി സാധനങ്ങളൊക്കെ നീട്ടോ, നമുക്ക് വേണ്ടതൊക്കെ എടുക്കാന്നൊക്കെ പറയുമ്പോഴൊക്കെ തന്നെ ഭയങ്കര. ഇപ്പോഴും നന്ദി പറയുന്നതിന്റെ കൂട്ടത്തില്, സിനിമാക്കാരെ വിളിക്കുന്നതിന്റെ കൂട്ടത്തില് ഇപ്പൊ ചിലപ്പോ കേട്ടാൽ ഭാര്യയ്ക്ക് ഒരു ചെറിയ നീരസം തോന്നാം. അതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടം കൊടുത്തു. എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരുടെ പേരെന്താണ്? സുബിത. സുബിത. നിങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചായിരിക്കും അല്ലെ? അല്ലല്ല, കല്യാണം കഴിഞ്ഞ പിന്നെ സ്നേഹിച്ചു. അല്ല, അതിന്റെ പ്രേമത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഞാൻ പ്രേമിച്ച പെണ്ണുങ്ങളൊന്നും ആരും എന്നെ പ്രേമിച്ചിട്ടില്ല. വൺ വേ ആയിരുന്നു. പക്ഷെ ചേട്ടന് പ്രേമിക്കാലോ? പിന്നെ നമുക്ക് നമുക്ക് നോക്കാം, പ്രേമിക്കാം, ഐ ലവ് യു എന്ന് പറയാം, എന്ത് വേണം പറയാം. അടി കിട്ടുമ്പോ ഒന്ന് ഓടിയാൽ മതി. അങ്ങനെ അടി കിട്ടും അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ശല്യപ്പെടുത്താൻ പോയിട്ടില്ല. അടി കിട്ടാൻ മാക്സിമം ഏതുവരെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്? ഐ ലവ് യു. ഇത്രയൊക്കെ പറഞ്ഞ ആ ഭാര്യനെ സുബിതേനെ നമ്മൾ ഇത് കൂടുതൽ ഇനി വിഷമിപ്പിക്കുന്ന കാര്യമില്ല. അപ്പൊ സുബിതയ്ക്കും എത്ര മക്കളാണ്? ഒരാള്. ആളിപ്പോ തുള്ളി കളിച്ച്? അല്ലല്ല, 4th സ്റ്റാൻഡേർഡിൽ പഠിക്കണം. 4th സ്റ്റാൻഡേർഡാ? തുള്ളി കളിക്കാലോ? അങ്ങനെ കളിക്കാം. ഇപ്പൊ റിമി തന്നെ 10-30 വയസ്സായില്ലേ, തുള്ളി കളിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ നമുക്ക് കളിച്ചൂടെ? അതല്ലേ ഞാൻ ചോദിച്ചേ. പിന്നെ അല്ലല്ല എന്ന് പറഞ്ഞ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. അല്ല, അതിനുശേഷം റിമി ചാടാനിരിക്കുന്നു. പിന്നെ അയ്യോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പം സുബിതയ്ക്കും മോളുടെ പേരെന്താ? ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടിക്കും വേണ്ടി ചേട്ടന്റെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് പറയാം. സാഗര സംഗമം എന്ന സിനിമ. ആലോചിക്കണ പോലും ഇല്ല. ഇല്ല, അത് പറഞ്ഞു വിട്ടാക്കണേണ് അവിടുന്ന്. എന്താണ് കാർ മേഘ വർണ്ണന്റെ മാറിൽ എന്നുള്ള പാട്ട്. അതെന്താ അതിനോട് ഇത്ര ഒരു ഇഷ്ടം? എനിക്കറിയാൻ പറ്റില്ല, നേരത്തെ പ്രേമിച്ചപ്പോ പാകുമ്പായിട്ടുണ്ടാവും ചിലപ്പോ. മറ്റാരെങ്കിലും പ്രേമിച്ചപ്പോ അവര് പാടിയ പാട്ടായിരിക്കും. അതാണ് ഇത്ര കറക്റ്റായിട്ട് ഇത് തന്നെ പാടാന്ന് പറഞ്ഞത്.
എന്നാലും ചേട്ടൻ അതിനൊരു പരിഭവമൊന്നും ഇല്ലല്ലേ? എന്ത് കാര്യമുണ്ട്, നമ്മള് നേരത്തെ ഗ്യാപ്പിട്ട് ചേട്ടോളല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സുബിതയ്ക്കും ലക്ഷ്മി തമ്പുരാട്ടിക്കും ബിജുകുട്ടനും വേണ്ടി, ആ സന്തുഷ്ട കുടുംബത്തിന് വേണ്ടി, അവരുടെ സന്തോഷം എന്ന് നിലനിൽക്കാൻ വേണ്ടി ഈ ഗാനത്തിലൂടെ നല്ല പാട്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പാട്ട് പാടാന്ന് പറയുമ്പോ തന്നെ ഭയങ്കരമായിട്ട്, കാരണം മിമിക്രി ചെയ്യുന്നതിലും ഭയങ്കര ഒരു കഴിവ് വേണ്ടേ. ദൈവം നേരിട്ട് കനിഞ്ഞ നമുക്ക് ജന്മസിദ്ധമായ കഴിവില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞ് പഠിച്ചാൽ കിട്ടുന്ന. പക്ഷെ ഇത് ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്, കാരണം എനിക്ക് പാട്ട് പാടാൻ അറിയാൻ പാടില്ല. പക്ഷെ എന്റെ വീടിന്റെ അടുത്ത് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്തവരും ആരുമില്ല, അത് വേറെ സത്യം. അത് പാടണേ നമ്മള് സ്വന്തം കേൾക്കാൻ വേണ്ടിയല്ലേ, പുറത്ത് പാടി കേൾപ്പിക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് ദൈവം കനിഞ്ഞ് അരുളിയ സംഭവം നമുക്ക് നേരത്തെ കിട്ടുന്നല്ലേ. ഇത് ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ വീടിന്റെ അടുത്തൊരു അമ്പലത്തിൽ എന്നെ പാടാൻ വിളിച്ചേക്കണം. ആലോചിച്ച് നോക്കുന്നത്, ഞാൻ പലവട്ടം പറഞ്ഞു, അത് പൂജാരി ശാന്തി എനിക്ക് പാടാൻ അറിയാൻ പറഞ്ഞ സ്വാമി. ഒന്നുമില്ല, ദേവി ഉണ്ട്, ഞാനുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടാവോ? പാട്ട് പാടാൻ വലിയ കഴിവാണല്ലോ. അപ്പൊ ഞാൻ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ കിട്ടിയാലാ. ഞാൻ അവിടെ സ്റ്റുഡിയോ ചെന്നപ്പോ അപ്പൊ ഒരു അയ്യപ്പ ഭക്തി ഗാനം റെക്കോർഡ് ചെയ്തിട്ട് CD ഇറക്കാൻ വേണ്ടി മണിച്ചേറിനൊക്കെ ഇറക്കണ പോലെ തന്നെ. അപ്പൊ ഏതോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പാടിയിട്ടില്ല, ദേവി അവിടുത്തെ മെയിൻ പൂജാരിയാണ്. അപ്പൊ ഞാനും കരുതി പോയി ചിലപ്പോ ദേവിയുടെ അനുഗ്രഹം കൂടെ അങ്ങനെ പാടാൻ പറ്റില്ല. ഞാൻ സ്റ്റുഡിയോ ചെന്നപ്പോ നമ്മള് നേരത്തെ സ്റ്റുഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് ഓരോ ക്യാബിനില് ഓർക്കസ്ട്ര, തബല, കീബോർഡ്, അങ്ങനെ ഇതൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവിടെ അല്ലേ, ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു ലിറിക്സ് കൊണ്ട് വെച്ച് തന്ന് ഞാനത് കഥ വായിക്കൊണ്ട് വായിച്ചു. അപ്പൊ ഞാൻ ഇത് എങ്ങനെ പാടേണ്ടത്, പാടിക്കണോട് പുള്ളിക്ക് അറിയാൻ പാടില്ല എങ്ങനെ പാടണമെന്നൊന്നും. ഞാനത് വായിക്കാണ് പാടുകയാണ്. അപ്പൊ അവര് ക്ലിക്ക് എന്നൊരു സൗണ്ട് ആയിരിക്കാതൊന്നും അറിയാൻ പാടില്ല. പുള്ളി എന്തോ എഴുതി, മറ്റേ പൂജ കർമ്മത്തിന്റെ എന്തോ എഴുതി വെച്ചേക്കാണ്, ഓം നമഹാന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കാണ്. ഞാൻ പാടാൻ ഒരു ക്ലിക്കിന്റെ സൗണ്ട് ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക്. അങ്ങനെ ഗതികെട്ട് ചേട്ടൻ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? അങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു രണ്ടുപേര്. പക്ഷെ അത് ഞാൻ ഓർക്കുന്നില്ല. അന്ന് പാടാൻ പറ്റുമോ? അത് പാടി ഞാൻ ഇറങ്ങി പോന്നപ്പോ പുള്ളി ഇങ്ങനെ രൗദ്രഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ശപിക്കോ? ഞാൻ പാടി എന്നിട്ട് പാടി കണ്ട് ഞാൻ ചോദിച്ചു CD എങ്ങനെയുണ്ട്? മോനെ CD ഗ്രാൻഡ് മോനെ, CD ഒക്കെ ഇറക്കിയിട്ടുണ്ട്, 50 CD ഇറക്കി. ഞാൻ പറഞ്ഞ എവിടെ കൊണ്ടേ കൊടുത്തു? എന്റെ നോർത്തിൽ ഈ കട കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരെ അവിടെ ചെന്നപ്പോ പാട്ട് കേട്ട്, ചേട്ടാ CD 49 ഞാൻ വാങ്ങിച്ചു. ഒരെണ്ണ എവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ദൈവം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും തിരിഞ്ഞ് എത്ര പൈസ വേണ്ടി ഇങ്ങോട്ട് തന്നാക്കട്ടാ. അതാണ് ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. 49 CD മേടിച്ച് കൂട്ടാൻ കാരണമായ ആ ഗാനം ഒരു 2 വരി. അല്ലല്ല, അത് വേറെ, അത് അതിന്റെ ലിറിക്സ് എന്താണ് ഒന്ന് അത് മറന്നേ പോയത്, പേടിച്ചു പോയി. ഈ രൗദ്രഭാവത്തിൽ ഇന്ന് ഇപ്പൊ പാടിപ്പോയതാണത്. ശപിക്കുക എങ്ങാനും ഭയങ്കര പ്രശ്നമായി പോവില്ലേ. ഒരു കാര്യം ചെയ്യാം, അതിനുശേഷം എപ്പോഴെങ്കിലും അതിന്റെ പോസ്റ്റ് ഇറക്കാൻ വേണ്ടി പുള്ളി തന്നെ ഒരു കറുത്ത തുണിയും കറുത്ത കോട്ടൊക്കെ ഇട്ട് മാലയൊക്കെ ഇടിച്ച് നിർത്തി. അപ്പൊ ഞാൻ ചിരിച്ചൊക്കെ നിന്നിട്ട് അതൊന്നും പറയാം, ഭാവം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോസ്റ്റ് കണ്ടപ്പോ കള്ളന്മാരും മറ്റേ കാറൊക്കെ മോഷ്ടിക്കൂല, അതുപോലെ ഇങ്ങനെ തലയിൽ കെട്ടക്കെട്ടി ശബരിമലയിൽ നിന്ന് എന്തോ മാല അടിച്ചെടുത്ത കള്ളനെ പിടിച്ചോല്ല. അതേട്ടാ, ഈ റെക്കോർഡിംഗ് അനുഭവത്തിന് ശേഷം ഒന്ന് പാടാൻ ട്രൈ ചെയ്തിട്ടില്ലേ വീട്ടിൽ എപ്പോഴെങ്കിലും? അങ്ങനെ ഒരു ഇഷ്ടം, എനിക്കൊരു പാട്ട് പാടാൻ കിട്ടിയിരുന്നെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു പാട്ടുണ്ടാവില്ലേ? ഒന്ന് ഇത് രണ്ടുപേരും പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയൊരു പാട്ട്. അല്ല, ഞാൻ പാടാൻ എനിക്ക് കഴിവില്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഞാൻ ആ മായിയുടെ മോളെ ഞാൻ ചെയ്യുന്ന മായിയുടെ മോളെ അത് കൂടെ ഒന്ന് പാടിക്കാൻ ഞാൻ ചിലപ്പോ പിന്നെ നമ്മൾ തകർക്കുമല്ലോ. ഓക്കെ. മായിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില, അവൾ തലത്തേനിക്കില്ല, മുറ്റ മടിക്കില്ല, പല്ലും കൂടി തേക്കൂലേ. അടമായിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില, അവൾ നിക്കില്ല, മുറ്റ മടിക്കില്ല, പല്ലും കൂടി തേക്കൂലേ. മുറ്റ മടിക്കാനായി ചൂലെടുത്ത അവൾ നടന്നുകൊണ്ട് നന്ദനെ, മുറ്റ മടിക്കാനായി ചൂലെടുത്ത അവൾ നടന്നുകൊണ്ടിറങ്ങും പൊന്നെ. തല്ലാനും പാടില്ല
കൊല്ലാനും പാടില്ല മായിയുടെ മോളായി പോ അട തല്ലാനും പാടില്ല കൊല്ലാനും പാടില്ല മായിയുടെ മോളായി പോ അട മായിയുടെ മോളെ കണ്ണിക്കാത് ചെയ്തി ആകെ കുഴപ്പത്തില്ല അവൾ കാലത്തെ നിൽക്കൂല മുറ്റ പഠിക്കൂല പല്ലും കൂടി തേക്കൂല എന്റെ ദൈവേ എന്നെ കൊന്നെടുക്കും. നുണ പറയൂല്ലേ? എന്താ നുണ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്, നന്നായിട്ട് നുണ പറയാറിയാം. എല്ലാം മറ്റേ രൗദ്രഭാവത്തിന്റെ അസലായി പാടി. ആണോ? താങ്ക് യു. ഒരു തീരെ ശ്രുതിബോധം ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ രണ്ടുപേരും പാടാൻ പറ്റില്ല. എന്ത് പറയണു? ഞാൻ പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു തീരെ പാടാൻ പറ്റത്തില്ലെന്ന്. അതൊക്കെ മുകളിലോട്ടൊക്കെ പാടുന്ന കറക്റ്റ് പാടിയില്ല. സംഗതിയൊക്കെ ഉണ്ടാവോ അല്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ ബിജുക്കുട്ടൻ ചേട്ടാ, ഞാൻ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ട് ഭയങ്കര രസകരമായിട്ട് തന്നെ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ തീർന്നു. പാട്ട് പാടാൻ അറിയത്തില്ലെന്നും പറഞ്ഞ് നുണയും പറഞ്ഞു, പക്ഷെ അവസാനം ഗംഭീരമായിട്ട് പാടി ആകെ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വളരെ ഭംഗിയായിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാം.